സത്യം പറഞ്ഞാൽ ഇത് ആഘോഷ ആളുകളുടെ ലിസ്റ്റ് ഇങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോഴേ റസൂൽ എന്തായാലും ഇല്ല, സ്വഹാബത്തില്ല, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും ആഘോഷിച്ചിട്ടില്ല. ഷാഫി ഇമാമില്ല, ഹനഫി ഇമാമില്ല, ഹംബലി ഇമാമില്ല, മാലിക് ഇമാമില്ല. ഞാൻ സാധാരണക്കാരന് വേണ്ടിയിട്ടോ പറയണ്ടേ. അപ്പൊ അതിൽ ആഘോഷ ലിസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ സമസ്തയുടെ ചാർട്ടിൽ 1 അബൂലഹബാണ്. അബൂലഹബിനെ പറ്റി അല്ല പറഞ്ഞു, തബ്ബത്തിയതാ അബീലഹബിൻ വച്ചബ്, അബൂലഹബിന്റെ 2 കരങ്ങളും നശിക്കട്ടെ, തീർന്നു, ലഹബിന്റെ കഥ കഴിഞ്ഞുപോയി, അവനും അവൻ്റെ ഭാര്യയും രക്ഷപ്പെടൂല, ആളിക്കത്തുന്ന നരകമാണ് ഉള്ളതെന്ന് പറഞ്ഞ അബൂലഹബാണ് 1 നബിദിന ആഘോഷിച്ചതിൻ്റെ മാതൃക. പിന്നുള്ളത് ആരാണ്? ഇവിടുന്ന് പിന്നെ മുദഫർ രാജാവ് ആഘോഷിച്ചു 600-ന് ശേഷം. അങ്ങനെ നബിദിന ആഘോഷിച്ചവർ വന്നാൽ ഫാത്തിമിയാക്കള്, മുല്ല ഉമർ, ഉബൈദിയാക്കള്, മുദഫർ രാജാവ്, അങ്ങനെ ആഘോഷിച്ച് വന്ന ഷിയാക്കളിലൊക്കെ ഇതിങ്ങനെ കാണും. ഇതൊക്കെയാണ് ആഘോഷിച്ചവര്. ഇനി ആ റബീഉൽ അവ്വൽ 12 ആഘോഷിക്കാത്തവരെ ചാർട്ടെടുത്തൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങി سعد سعيد زهبي رمت الحاة وأبي عبيدة وبنيع في النهشير الكرامي. മുത്തുനബി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10ഓളം വരുന്ന സ്വഹാബ, ഒരാൾ പോലും റബീഉൽ അവ്വൽ 12 ആഘോഷിച്ചില്ല. അപ്പൊ റസൂലെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചവര് ബദരീങ്ങള്, മറ്റുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്ത സഹാബ, താബീങ്ങള്, തബൂ താബീങ്ങള്, ഷാഫി ഇമാം, ഹനഫി ഇമാം, ഹംബലി ഇമാം, മാലിക് ഇമാം, ഇവരാരും റബീഉൽ അവ്വൽ 12 ആഘോഷിച്ചിട്ടില്ല. ആഘോഷിച്ചത് അബൂലഹബും, മുദഫർ രാജാവും, മുല്ല ഉമറും, ഷിയാക്കളും, ഫാത്തിമിയാക്കളും, ഉബൈദിയാക്കളും. അപ്പൊ നമ്മൾ പറയാൻ, ഞങ്ങൾക്ക് റസൂലും വേണ്ട, അബൂബക്കർ റളിയല്ലാഹു വേണ്ട, ഷാഫി ഇമാം വേണ്ട, ഹനഫി ഇമാം വേണ്ട, ഞങ്ങൾക്ക് വേണ്ട ഒന്നാമത്തെ നേതാവ് അബൂലഹബിൽ തുടങ്ങി മുല്ല ഉമറിലൂടെ കൈമാറി മുദഫറിലൂടെ വ്യാപിച്ച ഈ ആഘോഷമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് വാദിക്കുന്നവരാൻ. പ്രിയമുള്ളവരെ, ദീനാകണമെങ്കിൽ പ്രവാചകൻ പറയണം, പറഞ്ഞില്ല. ചെയ്തു കാണിക്കണം, ചെയ്തു കാണിച്ചില്ല. ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നെങ്കിലും ഒരു ആഗ്രഹം പറയണം, പറഞ്ഞില്ല. റസൂലുള്ളാഹിന്റെ മുന്നിൽ സഹാബത്ത് ചെയ്യുമ്പോൾ മൗനാനുവാദം കൊടുക്കണം. എങ്ങനെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുക്കുന്ന നബിദിന ഘോഷയാത്രയിൽ മുഹാദിറുകളും അൻസാറുകളുമാകുന്ന സഹാബത്ത് ഇങ്ങനെ അണിനിരക്കുമ്പോൾ അൻസാറുകളുടെ കുട്ടികളുടെ ദഫിന്റെ അകമ്പടികളോടുകൂടെ ഷാഇർ റസൂൽ ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഈരടികൾക്ക് മധുര ശബ്ദത്തിന്റെ ഉടമ ബിലാൽ ബിൻ റബാഹയുടെ ഗാനാലാപനത്താൽ ഒരു നബിദിന ഘോഷയാത്ര മദീനയിൽ ഇങ്ങനെ നടക്കുമ്പോൾ അള്ളാന്റെ ഹബീബ് മൗനാനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ചെയ്യാമായിരുന്നു. അതുപോലും ഉണ്ടായിട്ടില്ല. ഒരു കാരക്കയുടെ കീറെങ്കിലും അള്ളാന്റെ ഹബീബ് ചെലവഴിച്ചിരുന്നെങ്കിൽ നമുക്ക് കെങ്കേമമായി മന്തിയും ബിരിയാണിയും കൊണ്ട് തന്നെ ആഘോഷിക്കായിരുന്നു. പക്ഷെ അതുപോലും കാണാൻ കഴിയണില്ല. അപ്പൊ പ്രവാചകന്റെ ചരിയില്ലാത്തത് കൊണ്ട് തന്നെ ഇത് സുന്നത്തിൽ പെടണില്ല. പുതുതായി കടന്നു വന്നതാണ് എന്നുള്ളത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, മുജാഹിദുകളെ മാത്രമല്ലല്ലോ, 2006 ജനുവരി മുഅല്ലിം മാസിക. ഇനി നമുക്ക് ജന്മദിനാഘോഷത്തിലേക്ക് മടങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിമാരുടെയോ പൂർവികരുടെയോ ജന്മദിനാഘോഷമില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹന്റെ ഹബീബിന്റെ കാലഘട്ടങ്ങളിൽ ഒരു നബിമാരുടെയും ജന്മദിനാഘോഷമില്ല. പൂർവികരായ സച്ചരിതരുടെയും ജന്മദിനാഘോഷമില്ല. അതുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകന് ഒന്നുമേ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരൊരു വിശ്വാസി മനസ്സിലാക്കുന്നത് എന്താണെന്നറിയുമോ? മാമിൻ ഷൈയുഖരിബുക്കും മിനൽ ജന്നah ഇല്ലാ ഖദ് ഹദസ്സുകും ബിഹി. നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഏതേത് കാര്യമുണ്ടോ അത് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നിട്ടല്ലാതെ ഇല്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഏതേത് കാര്യമുണ്ടോ അതുകൊണ്ട് വിരോധിച്ചിട്ടുമില്ലാതെ ഇല്ല. മുഴുവൻ കാര്യങ്ങളും ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നതാണ്. മുഅല്ലിം മാസികയിൽ നിങ്ങൾ എഴുതി വെച്ചതുപോലെ ജന്മദിനത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ ഹബീബിന്റെ വാക്ക് മുന്നിൽ വെച്ചുകൊണ്ട് പറയാ, അത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യമില്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യമില്ല. പ്രിയമുള്ളവരെ, പുതുതായി കടന്നു വന്നതാണ് തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അൽ മവാഹിബുൽ സലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ കാണാ. സമസ്തയുടെ വഅദ് പരമ്പരകളിലൊക്കെ ഉദ്ധരിക്കുന്ന ഗ്രന്ഥമാണ്. അറബി പേരാണെങ്കിലും മലയാളത്തിലാണ് അതിന്റെ പദ്യങ്ങൾ കാണുക.
മലയാളത്തിലാണ്. തഴവ എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ കുറ്റിപ്പുറം എന്നൊരു ഗ്രാമമുണ്ട്. കൊല്ലം ജില്ലയിൽ കുറ്റിപ്പുറം എന്നൊരു ഗ്രാമമുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിന്റെ നാട്, തഴവ, കുറ്റിപ്പുറം. ആ കുറ്റിപ്പുറത്ത് അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥാണ് അൽ മവാഹിബുൽ ജലിയ. നമ്മുടെ നാട്ടിലൊക്കെ വാതിലൊക്കെ ഉപയോഗിക്കും. അൽ മവാഹിബുൽ ജലിയ മുഞ്ച് കാട്ടി അഹദോന്റെ മറുകൾ വരമൊഴികളാലെ വരച്ചു കാട്ടി. തഴവ ഉസ്താദല്ലേ അലിവിൻ പൂക്കൊഴിഞ്ഞില്ലേ. തഴവേനെ പറ്റി മധു പാടിയതെങ്ങനെയാണ്? അഹദോന്റെ അമറുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് അദ്ദേഹം. എന്നിട്ട് കുറച്ച് മുഞ്ചോട് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ, എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ല, 300 കൊല്ലത്തിന് ശേഷമാണ് നബിദിനം കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, നബിദിനം ആഘോഷിക്കാതിരുന്ന ആളുകളാരാ? അള്ളാന്റെ ഹബീബ് പറയുന്നുണ്ട്, ഖൈറുൽ ഖുറൂനി ഖർനീ ജനങ്ങളിൽ ഉത്തമറിയന്റെ നൂറ്റാണ്ടാണ്. പിന്നെ അതിനോടടുത്ത് വരുന്നവരാണെന്ന് പറഞ്ഞ ഉത്തമരായ 3 തലമുറക്കും ഈ ആചാരങ്ങളെ പരിചയമില്ല. തീർന്നില്ല പ്രിയമുള്ളവരെ. 2000 സുന്നി വോയിസ് ജൂലൈ 16 ഇബ്നു ഹദറുൽ ഹൈതമിയുടെ ഒരു ഇബാറത്ത് അവിടെ എഴുതി വെക്കുന്നുണ്ട്. അസ്ലു അമലുൽ മൗലിദി ബിദ്അ. മലയാളത്തിലാണ് എഴുതി വെച്ചത്. അടിസ്ഥാനപരമായി മൗലിദിന്റെ അടിസ്ഥാനം ബിദ്അത്ത് തന്നെയാ. ഹൈതമി പറഞ്ഞ ഇബാറത്താണ്, അസ്ലു അമലുൽ മൗലിദി ബിദ്അ ലം തുൻകിൽ ലൻ അഹദിൻ മിനസ് സലഫുസ് സാലിഹീന മിൻ ഖുറൂനി സലാസ. 3 നൂറ്റാണ്ട് വരെയുള്ള സലഫുസ് സാലിഹുകളോട് ആരിൽ നിന്നും ശരിയായി വന്നതല്ല. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി ആഘോഷിച്ചില്ല, സ്വഹാബത്ത് ആഘോഷിച്ചില്ല എന്ന് ഇവർ തന്നെ പറയുമ്പോ ആരാണ് ആഘോഷിക്കാതിരുന്ന സഹാബ എന്നറിയുമോ? കാനൂ അഫ്ളല മിൻ ഹാദിഹിൽ ഉമ്മ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരാണ് സഹാബ. വഅബറഹാ ഖുലൂബ, ഏറ്റവും നല്ല ഹൃദയത്തിന്റെ വക്താക്കളാ. വഅമഖഹാ ഇൽമാ, ഏറ്റവും നല്ല അറിവിന്റെ ഉടമകളാണ്. വഅകല്ലഹാ തകല്ലുഫാ, ഒരു ധാർഷ്ട്യവും ഇല്ലാത്തവരാ. അങ്ങനെയുള്ള സച്ചരിതരായ സഹാബ അവർക്കാർക്കും തന്നെ പരിചയമില്ല. പുത്തൻ ആചാരമായി കടന്നു വന്നതാണ്. ഇപ്പൊ തഴവ പറഞ്ഞു 300 കൊല്ലം വരണില്ല, 3 നൂറ്റാണ്ടിന് ശേഷം. അപ്പൊ ചില ആൾക്കാരൊക്കെ പറയും അത് നിങ്ങള് മുജാഹിദ് പറ്റിച്ചതാണ്, തഴവയുടെ ബാക്കി പാടാത്തോണ്ടാണെന്ന് പറയും. എന്താ ബാക്കിയുള്ളേ? മലിക്കുൽ മുളഫർ ധീരനായൊരു രാജനാ, ഇർബൽ ഭരിച്ചവനാണ് വന്ദർമിഷ്ടനാ. ഇർബലിന്റെ ഭരണാധികാരി മുളഫർ എന്ന് പറയുന്ന രാജാവ് കൊണ്ടുവന്നതാണ്. എന്തിനാ ബാക്കി പാടിയില്ല പറയുന്നറിയോ? മുളഫർ രാജാവ് കൊണ്ടുവന്നതാണ് 300 ശേഷം. അതിന് മുമ്പേ ഉണ്ടെന്ന് പറയാനാണ്. നിങ്ങളൊരു വസ്തുത മനസ്സിലാക്കണം. ഹിജറ 300കളിൽ ഭരണം നടത്തിയത് മുളഫർ രാജാവല്ല, അന്ന് ഫാത്തിമിയാക്കളാണ്. ഷിയായിസം കൊടികുത്തിവാണ് മുല്ല ഉമറാണ് ആ റബീഉൽ അവ്വൽ 12 കൊണ്ടുവരണേ. അപ്പൊ മുളഫർ രാജാവ് എന്ന ഭരണം നടത്തിയത് ചരിത്രം പഠിക്കുന്ന ആളുകളോട് ഇബ്നു കസീറിന്റെ അൽ ബിദായ വൻ നിഹായ അതിന്റെ ഇൻഡെക്സ് ഹിജറ വർഷത്തിലാണ്. ഹിജറ 604 എന്ന് പറയുന്ന ബാബ് എടുത്ത് പരിശോധിച്ച കാണാം. ഹിജറ 604 ഇർബൽ എന്ന് പറയുന്ന പ്രദേശത്തു കൂടെ കടന്നുപോയ ഹാഫിദ് ഇബ്നു ദഹിയ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മുളഫർ രാജാവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മൗലിദ് എഴുതി കൊടുക്കുകയും അങ്ങനെ ഹിജറ 630 അക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രഞ്ചുകാരുടെ തടവറയിൽ വെച്ച് വിട പറയുന്ന കാലഘട്ടം വരെ മുളഫർ രാജാവ് ഇതിനെ കെങ്കേമമായി ആഘോഷിച്ചു. ഇനി ഇത് എഴുതി കൊടുത്ത മൗലിദിന്റെ പിതാവ്, കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ് എന്ന് പറയണ പോലെ ഇതിന്റെ ഇബ്നു ദഹിയയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പണം തട്ടാൻ ഒരു മടിയില്ലാതെ പല ബിസിനസ്സും മതത്തിന്റെ പേരിൽ ഇറക്കിയിട്ടുള്ള ഒരാളാണ്. അതവിടെ നിൽക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ നിങ്ങൾ പഠിക്കാൻ വേണ്ടി റെഫറൻസിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഹിജറ 604 മുതൽ 630 വരെയാണ് മുളഫർ രാജാവ് ഭരണം നടത്തി. 300-ാം കൊല്ലത്തിൽ കൊണ്ടുവന്നതാരാ? ഫാത്തിമിയാക്കള് അല്ലേ, ഷിയാക്കള്, മുല്ല ഉമർ. നിങ്ങൾ വിചാരിക്കണുണ്ടോ ഇവരെ ദീനിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണ്, മഹബത്തുള്ളവരാണ്, ദീനിനോട് വെറുപ്പുള്ളവരാ? അള്ളാന്റെ കഅബാലയത്തിൽ നിന്ന് ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോയത്
ഈ ഫാത്തിമിയാക്കളാണ്. അവർക്ക് ദീനിനോട് സ്നേഹമല്ല പ്രിയമുള്ളവരെ, ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോയി. രണ്ടാമത് അതിനെ വാങ്ങിവച്ചതിന്റെ പേരില് ദൂരെ നിന്ന് അമ്പ് ചെയ്ത് ഹജറുൽ അസ്വദിനെ 7 കഷ്ണമാക്കി മാറ്റിയതും ഈ ഫാത്തിമിയാക്കളാണ്. ഇന്നും ഹജറുൽ അസ്വദ് ഒട്ടിച്ചു വെച്ചതാണെങ്കിൽ എന്റെ പ്രിയമുള്ളവർ, അവര് ദീനിന്റെ ശത്രുക്കളാണെങ്കിൽ അവർ കൊണ്ടുവന്ന ആചാരങ്ങളെ മതത്തിന്റെ പേരിൽ കൊണ്ടു നടക്കല്ലേ. അതുകൊണ്ടാണ് ഇമാം താജുദ്ദീനുൽ ഫാഖിഹാനി പറഞ്ഞത്, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്നഹ. അല്ലാഹുവിന്റെ ഖുർആനിലോ പ്രവാചകന്റെ ഹദീസുകളിലോ യാതൊരു അടിസ്ഥാനവും ഞാനിതിനെ കാണുന്നില്ല. മഹത്തുക്കളായ ഉത്തമ സൂരികളിൽ അത് കണ്ടിട്ടില്ല. ബൽഹുവ ബിദ്അ, എന്നാൽ അത് പുത്തൻ ആചാരമാണ് എന്ന് ഇമാം താജുദ്ദീനുൽ ഫാഖിഹാനി അദ്ദേഹത്തിന് ഖണ്ഡനമെഴുതാൻ ഇമാം സുയൂത്തി അൽ ഹാവിലിൽ ഫതാവയിൽ ഈ പേജ് ഈ വിഷയം എടുത്തുദ്ധരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇമാം ഫാഖിഹാനി പറയുന്ന മറ്റൊരു വാക്യത്തിനെ കൊണ്ടുവന്നത് ആരാണെന്നറിയുമോ? അഹ്ദഥൽ ബത്താലൂന വശഹവത്തുൻ നഫ്സി. ദേഹേച്ഛക്കാരും മടിയന്മാരുമായ ആളുകളാണ് കൊണ്ടുവരുന്നത്. ചില അലസന്മാരായ ആളുകൾ കൊണ്ടുവന്ന ആഘോഷമാണ്. എന്റെ വാക്കല്ല, താജുദ്ദീനുൽ ഫാഖിഹാനിയാണ് പറയുന്നത്. ഷാപ്പാട് രാമന്മാരെ പ്രാധാന്യം പിടിച്ചതാണ്. അർത്ഥം നിങ്ങൾ ഉസ്താദുമാരോട് ചോദിക്ക്. അക്കാലൂൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണപ്രിയരാണ്. ഷാപ്പാട് രാമന്മാരെ പ്രാധാന്യം പിടിച്ചതാണ്. തഴവ പറഞ്ഞില്ലേ, മൗലീദ് കഴിക്കുന്ന നാടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000. പ്രിയമുള്ളവരെ, ഇമാം ഫാഖിഹാനി ഇബാറത്ത് പറഞ്ഞത് അതിന്റെ ആത്മാർത്ഥ നമ്മൾ പരിശോധിക്കണമെങ്കിലോ അദ്ദേഹം പറയാണ്, വഹാദാ ജവാബി അൻഹു ബൈന യദയില്ലാഹി അൻഹു സുയിൽതു. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് ഇമാം ഫാഖിഹാനിയോട് ചോദിച്ചാൽ ഇത് തന്നെയാണ് ഫാഖിഹാനിക്ക് അല്ലാഹുവിന്റെ മുമ്പിലും പറയാനുള്ളത്, ഇത് തന്നെയാണ് റബ്ബിന്റെ മുമ്പിലും പറയാനുള്ളത്. അതിന്റെ ഹുക്ം ഹറാം, അതല്ലെങ്കിൽ കറാഹത്ത് എന്ന വിധിയല്ലാതെ ഒരു വിധിയും അതിന് പറയാനില്ല. അപ്പൊ മൗലിദിന്റെ വിധി കറാഹത്ത് അല്ലെങ്കിൽ ഹറാം എന്നല്ലാതെ പറയാനില്ല എന്ന് ഇമാം ഫാഖിഹാനി. ഇത് അള്ളാന്റെ മുമ്പിൽ ഞാൻ പറയും. പ്രിയമുള്ളവരെ, ഇത് പുത്തൻ ആധാരമാണ്, ബിദ്അത്താണ്. ഇതിവിടെ കേവലം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ മുജാഹിദുകൾ വന്ന് പറഞ്ഞതല്ല. പൂർവികരായ പണ്ഡിതന്മാർ അൽ ഹാഫിദ് അബുൽ ഖൈർ സഖാവി, അമാദുദ്ദീൻ ഇബ്നു കസീർ, താജുദ്ദീനുൽ ഫാഖിഹാനി, അസ്സുർഖാനി, അതുപോലെ അബൂ ഷാമ ഷാത്തിബി, ഇബ്നു ഹാജുൽ മാലിക്കി, മൗഹൂബ് ഇബ്നു ഉമറുൽ ജസരി അഷ്ശാഫിഈ, ഇബ്നു ഹദറുൽ അസ്കലാനി, സയ്യിദ് ബഖരി, എത്ര ശൃംഖലകളിലൂടെ കടന്നുവന്ന് പണ്ഡിത ലോകം സമൂഹത്തോട് പറഞ്ഞു പുത്തൻ ആചാരമാണ്, ബിദ്അത്താണ്, പുതുതായി കടന്നു വന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് മുജാഹിദുകൾ ആഘോഷിക്കുന്നില്ല.